യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 146 സങ്കീർത്തനം 2 തിരുവചനം. ആയുഷ്കാലമത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും, ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. നമ്മുടെ ജീവിതം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുകയും കീർത്തനം പാടുകയും ചെയ്യണം. എല്ലാം ദൈവം തരുന്നതാകയാൽ ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതികൾ അർപ്പിക്കുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായി മാറും. ആ ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് നമ്മളുള്ളതിനാൽ ആ ദൈവം മാത്രമാണ് ഏകരക്ഷകൻ എന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. ഇന്ന് നമ്മൾ എഴുന്നേറ്റിരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ കാരുണ്യം മൂലം. ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആ ദൈവമാണ് നമ്മളെ കൈപിടിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. വിശ്വാസത്തോടെ ആ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്കായിരിക്കാം. സ്തുതികളാലും കീർത്തനങ്ങളാലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ ദൈവത്തോടൊപ്പം ചരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയാം. കുടുംബസമാധാനത്തിനായി ദൈവത്തിന് നന്ദി പറയാം. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എടുത്തു മാറ്റി സ്വർഗീയ സമ്പത്ത് നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവായതിന് നന്ദി പറയാം. ലോകസമാധാനത്തിനായിട്ട് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സ്വീകരിച്ചതിന് നന്ദി പറയാം. ഈ ലോകത്തിൽ നിന്നും തിന്മകൾ എടുത്തു മാറ്റുന്നതിന് നന്ദി പറയാം. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏകദൈവവുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സർവശക്തനും സർവാധിപനുമായ ദൈവത്തിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.